തൃശൂർ പൂരത്തിന്റെ ഭാഗമായുള്ള ചമയ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. നേരത്തെ പാറമേക്കാവ് വിഭാഗത്തിന്റെ ചമയ പ്രദർശനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചിരുന്നു. ഇപ്പോൾ തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയ പ്രദർശനം അതുകൂടി അദ്ദേഹം നിർവഹിക്കുകയാണ്. ചമയ പ്രദർശനങ്ങൾക്ക് അങ്ങനെ തുടക്കമാകുന്നു. ഇന്നിപ്പോൾ സാമ്പിൾ വെടിക്കെട്ട് നടക്കാനിരിക്കുകയാണ്. കൂടാതെ ഈ ചമയ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം കൂടി നടന്നു കഴിയുന്നതോടെ വലിയ ആവേശത്തിലേക്ക്, പൂരലഹരിയിലേക്ക് തൃശൂർ പൂർണ്ണമായും അമരുമെന്നുള്ളതാണ്. നിഖിൽ പ്രമേഷ് ഉണ്ട്. നിഖിൽ, വിശദാംശങ്ങൾ. അനുജ, ഇപ്പോൾ പാറമേക്കാവിന്റെ ചമയ പ്രദർശനം ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. പ്രധാനമായും ഈ പൂരത്തിന് ചുക്കാൻ പിടിക്കുന്ന, നിർണായകമായിട്ടുള്ള പങ്കുവഹിക്കുന്ന, ഒരുപാട് സുരക്ഷാ കാര്യങ്ങളിലടക്കം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെയൊക്കെ ആദരിക്കുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അത് ഏതാണ്ട് ഇതാ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, അതോടൊപ്പം തന്നെ മന്ത്രിമാരായിട്ടുള്ള കെ രാജൻ, ഇവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഈ ചമയ പ്രദർശനം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ നിമിഷം മുതൽ ഇവിടെ എത്തുന്ന ഓരോ ആളുകൾക്കും, പൂരപ്രേമികളായിട്ടുള്ള, മേളപ്രേമികളായിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ ഈ ചമയ പ്രദർശനം കാണാൻ കഴിയും. ഇതൊക്കെ തന്നെ, ഈ വർണ്ണക്കുടകളൊക്കെ തന്നെ ഇനിയിപ്പോൾ കുടമാറ്റം നടക്കുന്ന ദിവസം, അതായത് പൂരം നാളിൽ 6-ാം തീയതി ഉയർത്തുന്നതാണ്. ഇതൊക്കെ പക്ഷേ ഇത് സ്ഥിരമായി ഉപയോഗിച്ചു പോരുന്ന പാറ്റേണിലുള്ള കുടകളായിരിക്കില്ല. ഓരോ വർഷവും എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തതകൾ, ഓരോ പുതുമകൾ ഇതിൽ കൊണ്ടുവരാൻ പരമാവധി ദേവസ്വങ്ങൾ ശ്രമിക്കാറുണ്ട്. ഇതിനപ്പുറത്തേക്ക് സ്പെഷ്യൽ കുടകളുണ്ട്. ആ സ്പെഷ്യൽ കുടകൾ എന്ന് പറയുന്നത് അങ്ങേയറ്റം എക്സ്ക്ലൂസീവ് ആണ്. അത് യാതൊരു കാരണവശാലും ഇതിനു മുൻപ് ഈ ചമയ പ്രദർശനത്തിലോ മറ്റോ ഒന്നും തന്നെ അത്തരത്തിലുള്ള സ്പെഷ്യൽ കുടകൾ നിരത്താറില്ല. വളരെ അപൂർവമായി മാത്രമേ, അതായത് അത്രയും പ്രധാനപ്പെട്ട കുടകൾ അതൊരു രഹസ്യ കേന്ദ്രത്തിൽ ഒരുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ചമയ പ്രദർശനം ഔദ്യോഗികമായി തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിന് 2 തലങ്ങളുണ്ട്. 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൂരം എന്നറിയപ്പെടുന്ന തൃശൂർ പൂരത്തിന് ഇതാ തുടക്കമാവുകയാണ്. അല്പസമയം മുൻപ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, കെ രാജൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ഈ ചമയ പ്രദർശനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. ഇനി അല്പസമയത്തിനകം തിരുവമ്പാടിയുടെ ചമയ പ്രദർശനവും ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വൈകിട്ടത്തെ സാമ്പിൾ വെടിക്കെട്ടാണ്. സാമ്പിൾ വെടിക്കെട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് നടക്കുന്നത്, അത് ലോകപ്രസിദ്ധമാണ്. അതിന് സമാനമായ തരത്തിൽ തന്നെയായിരിക്കും ഈ സാമ്പിൾ വെടിക്കെട്ടും നടക്കാൻ പോകുന്നത്. ഈ ഉദ്ഘാടനം കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ കുടകളൊക്കെ തന്നെ ഒരു സെറ്റിൽ 15 കുടകൾ ഉണ്ടാകും. അതിൽ ഏറ്റവും നടുവിൽ നിൽക്കുന്ന ആനയ്ക്ക് ഒരു പ്രത്യേക കുടയാണ് ഉണ്ടാവുക. അങ്ങനെ ഇരുഭാഗങ്ങളിലുമായി 7 നടുവിൽ നിൽക്കുന്ന ആനയ്ക്ക് പ്രത്യേക കുട. അങ്ങനെ ഓരോ സെറ്റ് കുടകൾ ഇതാ ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. കുടകൾ മാത്രമല്ല, നെറ്റിപ്പട്ടങ്ങൾ, വെഞ്ചാമരങ്ങൾ, അങ്ങനെ തൃശൂർ പൂരത്തിന്റെ ഒരു ലഹരി, അതിന്റെ തുടക്കം തന്നെ നമുക്ക് ഇവിടെ എത്തിയാൽ അറിയാൻ കഴിയും. അപ്പൊ പൂരപ്രേമികളായിട്ടുള്ള ആളുകൾ ഇങ്ങോട്ട് വരുമ്പോൾ ഏറ്റവും ആദ്യം അവർ വന്നു ചേരുന്ന ഒരു സ്ഥലവും ഇവിടെ തന്നെയാണ്. അതായത് ചമയ പ്രദർശനം തുടങ്ങുന്നതോട് കൂടിയിട്ടാണ് പൂർണ്ണമായിട്ടും ഇതിന്റെ ഒരു ലഹരിയിലേക്ക് ആളുകൾ എത്തിച്ചേരുക. തൃശ്ശൂരിലുള്ള ആളുകൾ ഇതിന്റെ കൊടിയേറ്റിന്റെ ദിവസം മുതൽ തന്നെ പൂരലഹരിയിലേക്ക് അമരുമെങ്കിലും പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കൊക്കെ വലിയ കൗതുകം നിറയ്ക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരുപാടധികം ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ തിരുവമ്പാടിയുടെയും ചമയ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ഉണ്ടാകും. അതുകൂടി പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും കാത്തിരിപ്പ് ഇന്ന് വൈകിട്ട് നടക്കാൻ പോകുന്ന വെടിക്കെട്ടിനെ കുറിച്ചായിരിക്കും. സാമ്പിൾ വെടിക്കെട്ടാണ് എന്നിരിക്കെ പോലും അത് സാധാരണ ഈ തൃശൂർ പൂരം വെടിക്കെട്ട് നടക്കുന്നത് എങ്ങനെയോ അതിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ തന്നെയായിരിക്കും ഈ സാമ്പിളും നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള വലിയ ക്രമീകരണങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ചേട്ടാ, എവിടുന്ന വരുന്നത്? മെഡിക്കൽ കോളേജിന്റെ അത്താണി. സംഘാടകനാണോ? സംഘാടകനാണ്. കുറച്ച് നാളായുള്ളൂ. എങ്ങനെയുണ്ട് ഇത്തവണ? എന്തെങ്കിലും വെറൈറ്റി അനുഭവപ്പെടുന്നു? വെറൈറ്റി അനുഭവങ്ങളാണ്. എന്തിലാണ്? ഞങ്ങൾ വർക്കലാണ്, കാർപ്പന്റർ വർക്കലാണ്. അതിനോടുള്ള സംബന്ധിച്ചുള്ള നിങ്ങളെല്ലാരും ഇതിൽ പങ്കെടുത്ത ആളുകളാണോ? അതെ, ഇതിന്റെ സന്തോഷം അല്ലേ? അടിപൊളി. വളരെ ഭംഗിയായിട്ട് തന്നെ തൃശ്ശൂർ നടക്കും. പ്രാവശ്യം വളരെ ഭംഗിയായിട്ട് നടക്കും. ഇത്തവണ എന്തെങ്കിലും ഒരു പ്രത്യേകത അനുഭവപ്പെടുന്നുണ്ടോ? സമയം കണ്ടു നോക്കുമ്പോ എന്തെങ്കിലും പ്രത്യേകത അനുഭവപ്പെടും? സമയത്തിന്റെ അല്ല, ആകെ മൊത്തം തൃശ്ശൂർ പൂരം ഒരു റിലാക്സ്ഡ് മൂഡിലായി പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ കുറച്ച് സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാറമേക്കാവിന്റെ ചമയ പ്രദർശനത്തിന് തുടക്കമായ അല്പസമയത്തിനകം തിരുവമ്പാടിയുടെ ചമയ പ്രദർശനത്തിനും തുടക്കമാകും. ഇക്കുറി ഇന്നിപ്പോൾ വൈകിട്ട് സാമ്പിൾ വെടിക്കെട്ട് നടക്കാനിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത്തരത്തിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള തീരുമാനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട്. സ്വരാജ് റൗണ്ടിൽ നിന്ന് ജനങ്ങൾക്ക് വെടിക്കെട്ട് കാണാനുള്ള സൗകര്യമുണ്ടാകും. കൂടാതെ ബാരിക്കേഡ് വെച്ച് തടയില്ല എന്നതുൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഇത്തവണ കൈക്കൊണ്ടിട്ടുണ്ട്.